ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയ ഹോം ഡെക്കർ വീഡിയോ ആയിട്ടാണ്. നമുക്ക് വേസ്റ്റ് മെറ്റീരിയലൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ചുള്ളിക്കമ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല ഉണക്കക്കമ്പുണ്ടെങ്കിൽ അങ്ങനത്തെ എടുക്കാം. ഇതിപ്പം ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കട്ടിയുള്ളൊരു കമ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഈ ചില്ല പോലെ മരം പോലെയൊക്കെ തോന്നുന്ന ടൈപ്പ്, ഇങ്ങനെ ശിഖരങ്ങളൊക്കെ ഉള്ള ഒരു ടൈപ്പ് കമ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ എനിക്കിങ്ങനെ ഒരു വിറക് കമ്പ് മുറ്റത്തുനിന്ന് കിട്ടിയപ്പോൾ ഞാനെന്നാൽ ഇതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഈ ഒരു ഐഡിയ പിൻട്രസ്റ്റിൽ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ തൊട്ടേ എൻ്റെ മനസ്സിലത് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ടൈമൊന്നും കിട്ടാത്തതുകൊണ്ടാണ് ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എന്നാൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ചിരട്ടയാണ്. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ചിരട്ട എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ചിരട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പൊട്ടിച്ച് ചെറിയ പീസാക്കി എടുക്കുക. ഒത്തിരി പൊടി പീസല്ല, ഒരു മീഡിയം വലുപ്പത്തിലുള്ള പീസ്. ഒരു ചിരട്ട ഒരു 3 അല്ലെങ്കിൽ മാക്സിമം 4 കൂടുതൽ കട്ട് ചെയ്യാത്ത രീതിയിൽ ചിരട്ട ഒന്ന് പൊട്ടിച്ചെടുക്കുക. ഇനി ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന കമ്പ് ഒന്ന് നമുക്ക് വേണ്ടത്ര സൈസിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഒത്തിരി വലിയ ഹൈറ്റിലല്ല, ഒരു മീഡിയം ഹൈറ്റിൽ ആ ശിഖരങ്ങളോട് കൂടി അതിൻ്റെ ഹൈറ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. ഈ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന ചിരട്ട നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മിനുക്കിയെടുക്കുക. അത് നിർബന്ധമില്ല, മിനുക്കിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു മേളിലത്തെ ആ ഒരു ചകിരിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കമ്പെന്ന് പറയുന്നതിലേക്ക് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. അത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം. ഞാൻ ജസ്റ്റ് നമ്മുടെ പെയിൻറ്റിലുള്ള ബ്രൗൺ കളർ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് അതൊന്നിങ്ങനെ ഒരു പെയിൻ്റായിട്ടൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വേണ്ടത് കുറച്ച് കാർഡ്ബോർഡാണ്. അപ്പം വേസ്റ്റ് കാർഡ്ബോർഡ് നമ്മുടെ എന്തായാലും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട വലുപ്പത്തിൽ അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ റൗണ്ട് ഷേപ്പിലാണ് മുറിച്ചെടുക്കുന്നത്. കുറച്ചൊരു അളവൊരു വട്ടത്തിലെടുത്തതിന് ശേഷം അതേപോലത്തെ 4 പീസ് ഒന്നിച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ നടുക്കുന്ന് നമ്മൾ 3 പീസയിൽ ഞാൻ മൊത്തം 4 പീസാണ് കാർഡ്ബോർഡ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് കട്ടിയുള്ള കാർഡ്ബോർഡ് ആണെന്നുണ്ടെങ്കിൽ 1-2 പീസ് മതിയായിരിക്കും. 2 പീസ് മിനിമം എന്തായാലും വേണ്ടി വരണം. നമ്മൾ വെച്ചിരിക്കുന്ന ട്രീ ഒന്ന് കറക്റ്റായിട്ടേ നിൽക്കത്തുള്ളൂ. അപ്പോൾ ഞാനിവിടെ 4 പീസ് എടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനത് ആ ചെയ്യുന്നതിനിടയ്ക്ക് ഒട്ടിച്ചു കൊടുക്കാൻ വിട്ടുപോയി. ഇനി നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കാർഡ്ബോർഡ് പീസിലെ 3 എണ്ണത്തിലേക്ക് നടുക്കൊന്ന് ഓട്ടയിട്ട് കൊടുക്കുക. നമുക്ക് ഈ ശിഖരം ഒന്ന് ഇറക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാൻ കോമ്പസ് വെച്ച് കുത്തിയിട്ട് കൈ വെച്ച് തന്നെയാണ് അതിൻ്റെ ഓട്ടയിട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലേഡ് വെച്ചിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ആ ഓട്ട കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഞാൻ കൈ വെച്ച് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും ഈ കാർഡ്ബോർഡ് പീസ് 4 എണ്ണം കൂടെ ഒന്നിച്ചൊട്ടിച്ച് കൊടുക്കേണ്ടതായിരുന്നു ഈ ഓട്ടയിട്ടതിന് ശേഷം. പക്ഷേ ഞാനത് ആ ശിഖരം എടുത്ത് അകത്തേക്ക് വെച്ച് പിന്നെ കാര്യങ്ങൾ അങ്ങ് ചെയ്യാൻ മടിയായി, വിട്ടും പോയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു ശിഖരത്തിന് ചെറിയ രീതിയിലൊരു ഇളക്കം പോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പം ഈ കാർഡ്ബോർഡ് പീസ് ഒന്നിച്ചൊട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല വൃത്തിയായിട്ട് കിട്ടും. പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ നമ്മൾ നേരത്തെ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്ന ശിഖരം ഈ ഓട്ടയ്ക്കകത്തോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 പീസ് മാത്രമേ ഞാൻ ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. താഴത്തെ പീസിൽ ഓട്ടയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഞാനൊരു ഡബിൾ സൈഡ് ടേപ്പ് ചുറ്റിയിട്ട് അതിലേക്ക് ഈ ശിഖരം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾക്ക് പശ വെച്ച് യൂസ് ചെയ്യാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് ഓട്ടയിട്ട് ഈ 4 കാർഡ്ബോർഡ് പീസും ഒന്നിച്ചൊട്ടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ശിഖരത്തിനൊരു ഇളക്കം തട്ടത്തില്ല, കറക്റ്റായിട്ട് തന്നെ ഇരുന്നോളും. ഞാൻ ആ ഒരു സ്റ്റെപ്പ് വിട്ടുപോയതുകൊണ്ടാണ് എനിക്കൊരു ഇച്ചിരി പ്രശ്നം വന്നത്. ഇങ്ങനെ ശിഖരം ഈ കാർഡ്ബോർഡ് പീസിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ കുറച്ച് വൂളൻ ത്രെഡ്സ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ ഗ്രീൻ കളർ എടുത്തിട്ട് അത് വെച്ചിട്ട് അതിൻ്റെ ആ ബോട്ടം ഏരിയ ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് റൗണ്ടിലൊന്ന് പശ തേച്ച് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കുകയാണ്. ഇത് മാൻഡേറ്ററി അല്ല, നിങ്ങൾക്ക് പെയിൻ്റ് അടിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പശ ഉപയോഗിച്ചിട്ട് ചെറിയ പീസ് പോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഈ വൂളൻ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രീൻ കളർ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഈ വൂളൻ ത്രെഡ് വെച്ചിട്ടാണ് ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കറക്റ്റായിട്ട് ആ ഒരു ശിഖരം കിട്ടിയില്ല, അതിനൊരു ഇളക്കം തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന് ശേഷം ഇതിൻ്റെ ബോട്ടത്തിൻ്റെ ഏരിയയിൽ നല്ല രീതിയിൽ ത്രെഡ് വെച്ചിട്ട് വട്ടത്തിൽ ചുറ്റി കൊടുത്ത് അതൊന്ന് നന്നായിട്ട് ഉറപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ശിഖരത്തിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിരട്ടയുടെ കഷ്ണം ഒട്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇതും നമുക്ക് ചെറിയ എന്തെങ്കിലും പേപ്പർ കഷ്ണം അതിന് മേലെ ചുറ്റി വേണമെങ്കിൽ പശ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഞാനിവിടെ ഡബിൾ സൈഡ് ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ പീസും ശിഖരത്തിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ നമുക്കൊരു ട്രീയുടെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ട് അതിന് എന്തെങ്കിലും ഒന്ന് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്ന നേരത്തെ എടുത്ത പോലെ തന്നെ വൂളൻ ത്രെഡ് എടുത്തിട്ട് ചെറുതായിട്ട് കുനുകുന കട്ട് ചെയ്തിട്ട് പച്ച തേച്ചിട്ട് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇന്ന കളറൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു ഹോം ഡെക്കർ ആയതുകൊണ്ട് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് റെഡും ലൈറ്റ് പിങ്കും മജന്തായും അതുപോലെ തന്നെ സെൻട്രലായിട്ട് യെല്ലോയുമാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഗ്രീൻ കളർ തന്നെ വെച്ചിട്ടും യൂസ് ചെയ്യാം, നല്ല ഭംഗിയായിരിക്കും. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങിയതാണ്. പക്ഷേ മൊത്തത്തിൽ പ്രോസസ്സ് ചെയ്തെടുക്കാൻ വേണ്ടി ഏകദേശം 2.5 മണിക്കൂർ വേണ്ടി വന്നു. അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഈ കാർഡ്ബോർഡിനകത്തേക്ക് ഈ ശിഖരം ഒട്ടിച്ചു കൊടുത്തത് അത്ര കറക്റ്റായിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് നല്ല രീതിയിൽ ഓട്ടയിട്ടിട്ട് നല്ല രീതിയിൽ പശ വെച്ചിട്ടോ അല്ലെങ്കിൽ ടേപ്പ് വെച്ചിട്ടോ ഒക്കെ നല്ല സെക്യൂർ ആയിട്ട് ഒന്ന് ചെയ്തെടുക്കുകയാണെങ്കിൽ ബേസ് സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ടൈം വേണ്ടി വരത്തില്ല. കുറച്ച് എഫേർട്ട് എടുത്ത് ചെയ്തതാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലുക്ക് തന്നെ നമുക്ക് ഫൈനൽ ഔട്ട്പുട്ടിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന കളറും എനിക്കിഷ്ടമുണ്ടായിട്ട് അങ്ങനെ യൂസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഗ്രീൻ കളർ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്താൽ ശരിക്കും ഇതൊരു നല്ലൊരു മരം പോലെ നമുക്കൊരു എഫക്റ്റ് കിട്ടും. ഞാൻ ചെയ്ത മിസ്റ്റേക്ക് കൊണ്ടാണ് എനിക്ക് 2.5 മണിക്കൂറോളം എടുത്തത്. അപ്പോൾ നിങ്ങൾ ബേസ് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത്രയും ടൈം ആവശ്യം ഉണ്ടാവില്ല. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ടൈം കിട്ടുവാണെങ്കിൽ വീട്ടിലൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന ഐറ്റംസ് മാത്രം മതി ഇതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കയ്യിൽ വൂളൻ ത്രെഡ് ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തത്. അതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഐറ്റം അല്ല. നിങ്ങൾക്ക് ഡയറക്റ്റ് പെയിൻറ്റ് തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.